നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഗീതാ ഹിരണ്യൻ എഴുതിയ ഘരേ ബായ്രെ എന്ന ചെറുകഥയെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്ത്രീ കാമനകളുടെ നിഗൂഢമായ വേരുകൾ തേടിയുള്ള ഒരു യാത്രയാണ് ഗീതാ ഹിരണ്യൻ്റെ ഘരേ ബായ്രെ എന്ന കഥ. പ്രണയവും കാമനയും പുരുഷ സങ്കല്പ വഴികളിലൂടെ മാത്രം സഞ്ചരിച്ചു പരിചയമുള്ള സാഹിത്യത്തിന് ഒരു മറുഭാഷ്യം ഒരുക്കുകയാണ് കഥാകാരി. പ്രണയരഹിതമായ ദാമ്പത്യ ജീവിതങ്ങൾ സൃഷ്ടിക്കുന്ന വിരസതയും പ്രണയാതുരമായ സ്ത്രീ മനസ്സിൻ്റെ സഞ്ചാരവും കഥയിൽ വെളിപ്പെടുന്നു. മിക്കവാറും വിവാഹത്തിനു ശേഷം നഷ്ടപ്പെടുന്നത് പ്രണയമായിരിക്കുമെന്ന പരികൽപ്പനയെ വീട്ടമ്മ എന്ന കഥാപാത്രത്തിലൂടെ വായിച്ചെടുക്കുന്നുണ്ട്. ടാഗോറിൻ്റെ കഥയെ ഉപജീവിച്ച് സത്യജിത് റേ സംവിധാനം ചെയ്ത ഘരേ ബായ്രെ എന്ന സിനിമ ഈ കഥയിൽ ഒരു സൂചകമെന്ന നിലയിൽ കഥാകാരി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സ്ത്രീയുടെ സ്വാതന്ത്ര്യവും കാമനയും സ്ത്രീ ജീവിതത്തിൻ്റെ അകംപുറങ്ങളും ഈ കഥയിൽ ആവിഷ്കരിക്കപ്പെടുന്നു. ഇനി നമുക്ക് കഥയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഘരേ ബായ്രെ സത്യജിത് റായുടെ ചലച്ചിത്രമാണ്. ടാഗോറിൻ്റെ വീട്ടിലും പുറത്തും എന്ന കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണത്. 1 മണിക്കൂർ മുമ്പ് വരെ പ്രണയത്തിൻ്റെ ഒരു മഹാസാഗരത്തെ മനസ്സിലൊളിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു വീട്ടമ്മ ഇപ്പോഴവർ ഇരുമ്പുപാളികൾ ചേർത്തടച്ച് ഗേറ്റിനപ്പുറം തൻ്റെതായ ഇഷ്ടങ്ങളുടെ രാജ്യത്തെ പുറത്താക്കിയിരിക്കുന്നു. അപമാനവും നഷ്ടബോധവും ഒരു ഭ്രാന്തൻ സമുദ്രത്തെ പോലെ ഉള്ളിലിരമ്പിയിട്ടും വീട്ടമ്മ അതിൻ്റെ ഒരു നുരയെ പോലും പുറത്തേക്ക് വിട്ടിട്ടില്ല. തൻ്റെ മനസ്സിലെ സംഘർഷം അവർക്കാരോടും പങ്കുവെക്കാനാകില്ല. ആ വീട്ടിൽ തൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ സഹോദരിയുടെ പുത്രിയും 8 വയസ്സുമുള്ള സ്വന്തം മകനുമാണുള്ളത്. എല്ലാവരും ഘരേ ബായ്രെ എന്ന സിനിമ കാണുന്ന തിരക്കിലാണ്. അല്ലെങ്കിലും അവരോട് ആരോടും പങ്കുവയ്ക്കാവുന്ന ഒന്നല്ല അവരുടെ മനസ്സിലുള്ള കാര്യം. താൻ പ്രിയപ്പെട്ട കൂട്ടുകാരി മിനിയുടെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് അവർ പുറത്തു പോയതാകട്ടെ കാമുകനായ ഹരിദാസന്റെ അടുക്കലും. അയാൾ വിദേശത്ത് നിന്ന് ലീവിന് വന്നതാണ്. അയാളുടെ ഭാര്യയും അമ്മയും കൂടി ബന്ധുഗൃഹം സന്ദർശിക്കാൻ പോയതാണ്. ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നതിൽ തെറ്റില്ല എന്നയാൾ എത്രയോ വട്ടം അവളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതാണ്. അങ്ങനെ ഒരു ബന്ധപ്പെടലിന് ശേഷമാണ് അവളുടെ മനസ്സിൽ ഈ സാമ്രാജ്യ നഷ്ടത്തിന്റെ വേദന പടരുന്നത്. തന്നെ കൂട്ടാക്കാതെ മിനിയാൻഡിയുടെ വീട്ടിൽ പോയ പരിഭവത്തിലാണ് മകൻ. ഘരേ ബായ്രെ എന്ന സിനിമയിൽ വെറ്റിലയുടെ ആകൃതിയിലുള്ള മുഖമുള്ള കുലവധു മുൻമുറ്റത്തേക്ക് അന്തഃപുര ചില്ലുവാതിൽ തുറന്ന് ഭർത്താവോടൊപ്പം വരുന്ന മനോഹര കാഴ്ചയാണ്. നടിയെ അഭിനന്ദിച്ചുകൊണ്ട് മരുമകൾ തൻ്റെ ദുപ്പട്ട തലയിലിട്ട് അവരെ അനുകരിക്കുകയാണ്. വെള്ളം ചോദിച്ച മകന് നാരങ്ങ വെള്ളം നൽകിയതിനു ശേഷം മകൻ അമ്മയുടെ മടിയിൽ തലവെച്ചു. അസാധാരണ ഘ്രാണശക്തിയുള്ള മകന്റെ മൂക്കിനെ അവൾ ഭയപ്പെട്ടു. കാരണം ബ്യൂട്ടി പെർഫ്യൂമിന്റെയും ആഫ്റ്റർ ഷേവ് ലോഷന്റെയും മണം അവൻ പിടിച്ചെടുത്ത് വെളിപ്പെടുത്തുമോ എന്ന ഭയമാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. ബംഗാളി യുവതിയുടെ അതിഥി മുറിയിലെ പുരുഷനെ അവൾ ശ്രദ്ധിച്ചിരുന്നു. ആരാണ് അയാൾ എന്ന് അവൾ ചിന്തിച്ചു. കണ്ണിലെ മിന്നുന്ന ചെറുവിളക്ക് കാമമോ കാരുണ്യമോ എന്ന് വ്യവച്ഛേദിക്കാൻ ആയില്ല. അയാളുടെ ഭാഷ അവൾക്ക് വശമില്ലായിരുന്നുവെങ്കിലും മുഖഭാവവും ചിറിയുടെ കോട്ടലും വായയുടെ ഏങ്കോണിപ്പുകളും അയാളുടെ ശബ്ദത്തോട് ചേർത്ത് വെച്ച് തിരിച്ചറിയാൻ അവൾ ശ്രമിച്ചു. കുലവധു ഭർത്താവിന്റെ ഖജനാവ് തുറന്ന് പണം മോഷ്ടിക്കുന്നത് കണ്ടതോടെ വീട്ടമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. തന്നെ പോലെ ഒരു കള്ളിയാണ് കുലവധുവെന്ന്. മിനി ഇന്നലെ തന്നെ വിദേശത്തേക്ക് തന്നോട് പറയാതെ തിരിച്ചുപോയെന്നും വരുന്ന വഴിക്ക് ഹരിദാസിനെ കണ്ടുവെന്നും അയാളുടെ ഭാര്യ ഉഷ ക്ഷണിച്ചതുകൊണ്ട് അവരുടെ വീട്ടിൽ പോയെന്നും അവൾ പറഞ്ഞു. പിന്നീട് അവൾ ആശ്വസിച്ചത് താനൊരു മുഴുക്കള്ളിയല്ല, പകുതിക്കള്ളിയേ ആകുന്നുള്ളൂവെന്നും പറഞ്ഞാണ്. ഹരിദാസിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ എന്തിനാണ് പോയതെന്ന് ഒരു ഭർത്താവിനോട് പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോഴുള്ള തൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവൾ ആശ്വസിച്ചത് എൻ്റെ സ്നേഹം സ്വാഭാവിക വളർച്ച മുരടിച്ച ഒരു കുള്ളൻ അരയാൽ പോലെയെന്നാണ്. തവിട്ട് കച്ചവടക്കാരൻ നടനെ വീട്ടമ്മ സ്വകാര്യമായി അഭിനന്ദിച്ചു. ഒരു കുലവധുവെ കള്ളിയാക്കാൻ മാത്രം സമർത്ഥമായ വാഗ്ഗംഗയുള്ളവൻ. വിപ്ലവകാരിയായ കഥാപാത്രത്തിന്റെ കണ്ണുകളിൽ ഓരോന്നിലുള്ള തിളക്കപ്പൊട്ടുകൾ ഒന്ന് കാമവും മറ്റേത് ആർത്തിയുമാണെന്ന് അവൾ മനസ്സിലാക്കി. ഹരിദാസ് കൊണ്ടുവന്നു കൊടുത്ത ഒലീവെണ്ണ തേപ്പിച്ച് മകനെ കുളിപ്പിച്ചതും അവനത് തേക്കുന്നത് ഇഷ്ടമല്ലെന്ന് വെളിപ്പെടുത്തിയതും അവന്റെ കുഞ്ഞു ലിംഗം കണ്ട് കുഴിയാന എന്ന് പറഞ്ഞവനെ കളിയാക്കിയതും
താൻ അടുത്ത ജന്മത്തിൽ ഒരു നോവലിസ്റ്റായിട്ടാ ജനിക്കുക, അതും സ്പെയിനിൽ എന്നയാൾ പറഞ്ഞപ്പോൾ അവൾ അലറിച്ചിരിച്ചതും, അടുത്ത ജന്മം എന്താണ് നാമധേയം? മാർക്കേസ്, കുന്തേര, ഇറ്റാലോ, കാൽവിനോ ഏതാണ് എന്ന് കളിയാക്കിയതും അവൾ ഓർത്തു. ഉച്ചനേരങ്ങളിൽ അയാളുടെ ഫോൺ വിളികളിലെ രസം അവളെ കിലുകിലെ ചിരിപ്പിച്ചിരുന്നതും, അത് കേൾക്കുന്ന സ്വാധീനമില്ലാത്ത കാലുമായി കിടക്കുന്ന ഭർത്താവിന്റെ അമ്മ എപ്പോഴും ഇളി തന്നെ ഇളി എന്ന് പറയുന്നതും, ഒരു സ്വപ്നാടനത്തിൽ എന്നതുപോലെ വീട്ടുജോലി ചെയ്ത് നടക്കുന്നത് കണ്ട് ഇവൾ ചിരിക്കണമെങ്കിൽ അയാൾ വരണമെന്നായല്ലോ എന്ന് ഭർത്താവ് പറയാറുള്ളതും അവൾ ഓർത്തു. അവളുടെ ആനന്ദങ്ങൾ കുടുംബത്തിൽ കാർമേഘങ്ങൾ ഉയർത്തുന്നത് പോലും അവൾക്ക് തിരിച്ചറിയാതായിരുന്നു. മാന്ത്രികന്റെ വടിതൊട്ട ശിശുവിനെ പോലെ തൽക്കാല ഭൂമി മറന്ന് എപ്പോഴും അയാൾക്ക് പിന്നെയായിരുന്നു അവൾ. ഇളം നിറങ്ങളും പിന്നെ കടും നിറങ്ങളും നൽകി താൻ തന്നെ ഭംഗിപ്പെടുത്തുന്ന ആകാശങ്ങളെ വിട്ട് ഏത് സൂര്യനും നിശ്ചിത സമയം കഴിഞ്ഞാൽ കടലിലേക്ക് ഒടുങ്ങുമെന്ന് സംശയിക്കാതെയായിരുന്നു നീക്കങ്ങൾ. അണ്ണാൻ ചിലയ്ക്കുമ്പോൾ അതിന്റെ മുഴുവൻ ശരീരവും കൊണ്ട് ചിലയ്ക്കുന്നത് പോലെ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളെ മുഴുവനായും സ്നേഹിക്കണം എന്ന് അയാളുടെ വാക്കുകൾ അവൾ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ശാരീരിക വീഴ്ചയ്ക്ക് ശേഷം അയാൾ കിടക്കുന്ന സന്ദർഭത്തിൽ അവൾ ഒരു സംശയം ചോദിച്ചു. നിങ്ങളുടെ ഭാര്യ ഉഷയാണ് മറ്റൊരാളോടൊപ്പം ഇങ്ങനെ കഴിഞ്ഞതെങ്കിലോ എന്ന ചോദ്യത്തിന് പെട്ടെന്നാണ് അയാളിൽ നിന്ന് ഉത്തരമുണ്ടായത്. വെച്ചേക്കില്ല ഞാൻ എന്നാണ് അയാൾ പറഞ്ഞത്. കണ്ണാടിയിലെ ആൾരൂപം ചിരിച്ചുകൊണ്ടായിരിക്കും ഉത്തരം പറയുക എന്നവൾ ചിന്തിച്ചുവെങ്കിലും അല്ല, വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഉത്തരമെന്നവൾ തിരിച്ചറിഞ്ഞു. അയാളുടെ ലാളനകൾ പങ്കുപറ്റി നിൽക്കുന്ന പിന്നത്തെ നിമിഷം അവൾ ശപിക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം മുതൽ അവൾ നടിയായി ജനിക്കാൻ തുടങ്ങി. ശരീരത്തിന്റെ കൊതികളിൽ നിന്ന് സാത്താൻ പിടിച്ച പെണ്ണിനെ പോലെ താൻ രക്ഷപ്പെടാതെ പോയതെന്ത് എന്നവൾ ചിന്തിച്ചു. 4 പെട്ടിയുള്ള കാറ് വാങ്ങാൻ അവൾ അയാളോട് പറഞ്ഞു. നിനക്കൊരു പെട്ടി കൂടിയില്ലാതെ എനിക്കൊരു യാത്ര ഇനിയില്ല എന്ന് പറയുമ്പോൾ ആ വാക്ക് വിശ്വസിക്കണോ എന്നവൾ സംശയിച്ചു. എന്റെ സ്നേഹം ചില നേരം എനിക്ക് തോന്നും സ്വാഭാവിക വളർച്ച മുരടിപ്പിച്ച ഒരു കുള്ളൻ അരയാലാണെന്ന്. എത്രയോ ആഴത്തിൽ അയാൾ തന്റെ മനസ്സിൽ വാക്കുകളെ കൊണ്ട് അടയാളം ചെയ്തിരിക്കുന്നു എന്നവൾക്ക് തോന്നി. അതുകൊണ്ട് ഈ ജന്മം അയാളെ നിരസിക്കാനോ വെറുക്കാനോ താൻ അശക്തയാണെന്നും അവൾക്ക് മനസ്സിലായി.